ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 10 മണിച്ചെടിയെ ഒരു ആർച്ച് രൂപത്തിൽ സെറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പൊട്ടിയ ബക്കറ്റിൻ്റെ പകുതി പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗം പൊട്ടിയത് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അതുപോലെ പൊട്ടിയിട്ടില്ലെങ്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ 10 മണിച്ചെടിക്ക് ഏത് പോട്ടിംഗ് മിക്സാണ് ഉപയോഗിക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് ഇത് മുഴുവനായും ഇട്ട് കൊടുത്ത് നിറച്ച് കൊടുക്കാം. ഇതുപോലെ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് 10 മണി ചെടിയാണ്. ഇത് 10 മണി ചെടിയുടെ കുറച്ച് നീളമുള്ള തണ്ടുകൾ വേണം നമ്മൾ എടുക്കാൻ. ഇതുപോലെ നീളമുള്ള തണ്ടുകൾ എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസാപ്പൂ പോലെയുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന 10 മണി ചെടി വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ഈ ലീഫുള്ള 10 മണി ചെടിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ 10 മണി ചെടിയുടെ തണ്ടുകൾ കൂട്ടി പിന്നി എടുത്തിട്ടുണ്ട്. നമ്മൾ മുടിയൊക്കെ പിന്നുന്ന പോലെ അങ്ങ് പിന്നി എടുക്കണേ. ഇതുപോലെ പിന്നി എടുക്കണം. ഏകദേശം 6 എണ്ണം നമുക്ക് ഇതുപോലെ പിന്നി എടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ മുഴുവനും പിന്നിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ബക്കറ്റിൻ്റെയൊക്കെ പിടിയില്ലേ, മുകൾ ഭാഗം നമ്മൾ പിടിക്കുന്നത്, അതുപോലത്തെ ഈ ഷേപ്പിൽ വളഞ്ഞിരിക്കുന്നതാണ് വേണ്ടത്. ഇത് ഞാൻ 2-3 ബക്കറ്റിൻ്റെ എടുത്തിട്ടുള്ളതാണ്. ഇത് ചെറുതും വലുതുമാണ്. ചെറിയതും വലിയതുമായിട്ടുള്ള ഇതുപോലത്തെ ഷേപ്പിലുള്ള പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലുമൊക്കെ പഴയ ബക്കറ്റിൻ്റെ ഉണ്ടെങ്കിൽ അതും കൂടെ ശേഖരിച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമേ. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കുത്തി ഫിറ്റാക്കി കൊടുക്കണേ. രണ്ടാമത്തെ ഷേപ്പിലുള്ള ഇതും നമുക്ക് ഇതിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇത് ചെറിയൊരു ബോട്ടിലിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതാണ്. ഇത് 3ഉം കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഓരോ മെടഞ്ഞ് വെച്ചിട്ടുള്ള 10 മണി ചെടിയും എടുത്ത് അതിൻ്റെ സൈഡിലായിട്ട് നട്ട് കൊടുക്കണേ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഗാർഡനെ നല്ല ഭംഗിയാക്കാൻ പറ്റിയ ഐഡിയകളാണ് ഇതൊക്കെ. ഇനി നമുക്കൊരു ത്രെഡ് എടുത്ത് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിയാൽ മാത്രമേ ഇത് അതേ ഷേപ്പിൽ ഇരിക്കുകയുള്ളേ. നിങ്ങളുടെ കയ്യിൽ ടാഗ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ എളുപ്പമായിരിക്കുമേ. ഇതുപോലെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുക്കണം. ബക്കറ്റും ഇതുപോലത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെറുതെ കളയാതെ ഇതുപോലെ ഗാർഡനിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ. ഇതിൻ്റെ അവസാനം നല്ല ഭംഗിയുണ്ടായിരുന്നേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കെട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുക്കണം. നിങ്ങൾ 10 മണി ചെടി വെച്ചിട്ട് ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് നല്ല ഭംഗിയായിരിക്കുമേ. ഇത് നിറച്ച് പൂവൊക്കെ വിരിഞ്ഞത് കാണാനേ. 10 മണി ചെടിക്ക് വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ എന്തായാലും ശ്രദ്ധിക്കണം. അധികം വാട്ടറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് 10 മണി ചെടി. ഈ മഴക്കാലത്തൊക്കെ നമ്മൾ 10 മണി ചെടി സൈഡിലോട്ട് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ 10 മണി ചെടി എന്തായാലും ചീഞ്ഞു പോകുവേ. സൈഡിൽ വെച്ചിട്ട് പോലും 10 മണി ചെടിക്ക് ഈ മഴക്കാലത്തെ കാലാവസ്ഥ അത്രയ്ക്ക് നല്ലതല്ലേ. വേനൽക്കാലത്ത് നല്ല പൂക്കളിട്ട് നിൽക്കുന്ന 10 മണി ചെടിയിലൊന്നും മഴക്കാലമായാൽ ഒറ്റ പൂക്കൾ പോലും കാണാറില്ലല്ലേ. ഇതുപോലെ ലീഫ് മാത്രമേ കാണുകയുള്ളൂ. എങ്കിലും നമ്മൾ അതിനെ ഷെഡിലോട്ട് മാറ്റി വെച്ച് സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേനൽക്കാലത്ത് നല്ല പൂക്കൾ തരികയുള്ളൂ. ഇതുപോലെ നമുക്കൊന്ന് അപ്പുറത്തെ സൈഡിലും മെടഞ്ഞെടുത്തിട്ടുള്ള 10 മണി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഷേപ്പിലും ഇതുപോലെ തന്നെ വെച്ച് കെട്ടി കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നല്ല ഭംഗിയുണ്ടല്ലേ ഇതുപോലെ തന്നെ വെച്ചപ്പോൾ കാണാൻ. ഇതുപോലെ വള്ളിയുള്ള ചെടികൾ വെച്ചും ചെയ്യാവേ. ഇനി നിങ്ങളുടെ കയ്യിൽ 10 മണിച്ചെടി ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്തു നോക്കൂ. നല്ല ഭംഗിയായിരിക്കും. വാണ്ടറിങ് ജൂ ചെടിയുടെ ലീഫ് പ്രത്യേകം ഒരു നല്ല കളറാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാകുവേ. ഞാൻ പിന്നെ 10 മണിച്ചെടി വെച്ച് ചെയ്തത് ഇതിൽ പൂക്കളൊക്കെ വിരിയുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 10 മണിച്ചെടി വെച്ച് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെടഞ്ഞത് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുക്കണേ. ഇതുപോലെയൊക്കെയുള്ള ബക്കറ്റൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. ഇനി ഇത് മുഴുവനായി ഞാനിവിടെ കെട്ടിക്കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഓർത്തെ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കല്ലല്ലാതെ നല്ല ഭംഗിയുള്ള കല്ലൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കുവേ. ഞാനിത് സാധാ പുഴയിൽ നിന്നൊക്കെ കിട്ടുന്ന കല്ലാണ് ഇതിനുള്ളിൽ വെച്ച് കൊടുത്തത്. പിന്നെ സൈഡിലായിട്ടൊക്കെ 10 മണിയുടെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് വളർന്നു വരുമ്പോൾ ഒരേ ഷേപ്പിൽ നമ്മൾ വെട്ടി വീഴണം, എങ്കിൽ മാത്രമേ ഭംഗി ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇതുപോലെ ഒരു പാവേനെയും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബുദ്ധൻ്റെയൊക്കെ പ്രതിമയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാവയുടെ ഇത് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ? നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനം കൊണ്ട് ചെയ്തതാണെന്ന് ഇപ്പോൾ പറയുമോ? നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.